റേഡിയോ സോണോ 91.7 FM-ലെ മോർണിംഗ് സവാരിയിൽ ഇന്ന് നമ്മോടൊപ്പം എത്തുന്ന സ്പെഷ്യൽ അതിഥി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയപ്പോൾ T20 ലോകകപ്പ് നേടിയപ്പോൾ അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു മലയാളി ലൈസൺ ഓഫീസറായ സിബി ഗോപാലകൃഷ്ണൻ. സർ, എങ്ങനെയായിരുന്നു ആ ഒരു ഫുൾ ടൂർണമെന്റിൽ ടീമിനൊപ്പം സർ ഉണ്ടായിരുന്നു? ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? വളരെ നന്ദി. വളരെ വലിയൊരു ചോദ്യം. ആക്ച്വലി ഒരു ദിവസം ഇരുന്ന് ഉത്തരം പറഞ്ഞാൽ പോലും തീരാത്ത ഒരു ചോദ്യം അത്. ഒരു ക്രിക്കറ്റ് ആരാധകരുടെ എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും ഇന്ത്യൻ ടീമിനൊപ്പം ജോലി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഞാനും ഒരു ആരാധകൻ എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഇന്ത്യൻ ടീമിനോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യന് ഞാനായിരിക്കും, ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യന് ഞാനായിരിക്കും എന്ന് പറയും. കാരണം ക്രിക്കറ്റ് നടക്കുമ്പോൾ ഡഗൌട്ടിലിരുന്ന് രാഹുൽ ദ്രാവിഡോടൊപ്പം രോഹിത് ശർമ്മയോടൊപ്പം ഇരുന്ന് കളി കാണാൻ പറ്റുകയും പക്ഷെ എന്നാലും നിർഭാഗ്യവശാൽ ഒരു നിമിഷം പോലും ആ കളി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം ഒരു ലൈസൺ ഓഫീസറുടെ ജോലി ഒരുപാട് ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അത് കഴിഞ്ഞാലുള്ള ടീം കളി കഴിഞ്ഞാലുള്ള മൂവ്മെന്റുകൾ അടക്കം പ്ലാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് നടപ്പിലാക്കേണ്ട ആ ടീം മാനേജറുടെ പ്ലാനിങ്ങിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ലൈസൺ ഓഫീസർക്കുള്ളതാണ്. അപ്പോൾ പലപ്പോഴും കളി പകുതിയാകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ 15 ദിവസം ഒരേ സ്ഥലത്ത് തന്നെ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്ക് പ്രാക്ടീസ്, കളി, യാത്ര. രാവിലെ ഇവിടുത്തെ സമയം 10 മണിക്ക് 10:30 കളി, അത് കഴിഞ്ഞ് 2-2:30 ആകുമ്പോഴത്തെ കളി തീരും. വൈകുന്നേരം 4 മണിക്ക് യാത്ര, പിറ്റേ ദിവസം പ്രാക്ടീസ്. അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ. ഫൈനല് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് മുമ്പ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് കളി ജയിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇവിടെ ടീമിൽ ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇല്ല. ഞാൻ ആലോചിക്കും ഇതെന്താ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുന്ന പോലെ എല്ലാവരും വരുന്നു. അപ്പോഴാണ് കളിയപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, ആർക്കും ഒരു സന്തോഷമില്ലേ? ഞങ്ങൾ വന്നത് വേൾഡ് കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ലേ, അല്ലാതെ ഓരോ ടീമിനെ തോൽപ്പിക്കുമ്പോഴും നമുക്ക് അങ്ങനെ സന്തോഷം ഒന്നും തോന്നുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു അജണ്ട എന്നുള്ളതല്ല, ആ ഒരു ഗോൾ സെറ്റ് ചെയ്താണ് വന്നത്. വെറുതെ വന്ന് കളിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതല്ല. വേൾഡ് കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടുള്ളത്. ഓക്കെ. ഒപ്പം തന്നെ സഞ്ജുവിനൊപ്പമുള്ള ആ ഒരു വീഡിയോ അത് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാമോ? ഞാൻ എന്നെ പോലുള്ളവർ വളരെ അഭിമാനത്തോടും പറയുന്ന ഒരു കാര്യമാണ്, മലയാളികൾ എപ്പോൾ ചെന്നാലും എവിടെ ചെന്നാലും ഒറ്റക്കെട്ടായിരിക്കും, ഒരുമിച്ചായിരിക്കും. അപ്പൊ സഞ്ജുവിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നു എന്ന് പറയാം, എനിക്കാണ് അതിന്റെ ചുമതല ഉള്ളത്, എയർപോർട്ടിൽ നിന്ന് എത്തിക്കുക എന്നുള്ളതുണ്ട്. അപ്പം സഞ്ജു വരുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ തമാശകൾ, സഞ്ജു വന്നു കഴിഞ്ഞാൽ പിന്നെ സിബിയെ പിന്നെ കിട്ടത്തില്ല, സഞ്ജുവിന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. അദ്ദേഹത്തിന് പ്രാക്ടീസ് ഉണ്ട്, മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ എനിക്കും അതുപോലെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുമിച്ചായിരിക്കും. അങ്ങനെ ട്രാവലിംഗ് എപ്പോഴും ഒരുമിച്ചായിരിക്കും. പക്ഷെ അല്ലാതെ കാണുന്നത് കുറവാണ്. എന്റെ ഒരു ജോലി തിരക്കൊണ്ടും ഒക്കെ. പിന്നെ ഒരു കളിക്കാരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ലൈസൺ ഓഫീസറുടെ ഉത്തരവാദിത്തം. അപ്പൊ നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ ഞാനായിട്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് വിചാരിച്ച് പരമാവധി നമ്മളൊരു സൈഡിൽ കിടങ്ങ് പോകത്തുള്ളൂ. അപ്പം ഈ കളി കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ തീരുവാണല്ലോ. അപ്പൊ അദ്ദേഹം സഞ്ജു സിംബാബ്വേക്ക് പോവാണ്, ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് ഒരു വീഡിയോ പോലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത്, അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാളിനെ വിളിച്ച് വീഡിയോ എടുത്തു. സത്യത്തിൽ ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു തമാശ ചോദ്യമൊക്കെ ചോദിച്ച്. പക്ഷേ പുള്ളിയുടെ ഉത്തരങ്ങളൊക്കെ ഗംഭീരമായിട്ട് പുള്ളി പറഞ്ഞു. മലയാളികളോട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അതങ്ങ് പോയി.